ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓണത്തിൻ്റെ ഒരു വിഷ് പറഞ്ഞിട്ട് എല്ലാവരോടും നല്ലോണം നിൽക്കാനൊക്കെ പറഞ്ഞ് നമ്മൾ റീലിട്ടായിരുന്നു. ആ റീല് ആ റീലിൽ നമ്മൾ എന്തോ വൃത്തികേടെന്ന് പറയുന്ന കൂട്ടാണ്. അതിൽ കുറേ ഹേറ്റഡ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സും ചിലതുണ്ട്. തിരിച്ച് ഓണം വിഷൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ അടിയിൽ എന്തിനാ ഈ ഹേറ്റഡ് വരുന്നത്, നമ്മളെന്തോ പറഞ്ഞോ അങ്ങനത്തെ ഉള്ള രീതിക്ക് സംഭവം വന്നു. അതിൽ ഒരു സംഗതി നമ്മളെ സ്ട്രൈക്ക് ചെയ്ത് ഒരു ഫാഷൻ സാധനത്തിൻ്റെ, അതായത് ഒരു ഡ്രസ്സിൻ്റെ ഒരു ഹോൾസെയിലറോ മാനുഫാക്ചറോ ആണ്. ഇപ്പം ഞാൻ നോക്കുന്നില്ല, കാരണം പേര് പറയുന്നില്ല, എന്തിനാ വെറുതെ. ഒന്നാമത് വെറുതെ പ്രൊമോഷൻ, പിന്നെ രണ്ടാമത് വെറുതെ അവരുടെ ഒരു ഇതിന് നമ്മളിനി എക്സ്പോസ് ചെയ്യേണ്ടെന്ന് വെച്ച് എന്തിനാ അങ്ങനെ ഒരു സംഗതി. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, നൂറാക്ക് എത്ര നല്ല ലൈഫ് കിട്ടുമായിരുന്നു, മറ്റേ പെണ്ണ് വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ പേജൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, ബാംഗ്ലൂരിൽ ഉള്ളൊരു ടീമാണ്. ബാംഗ്ലൂരല്ല, നമ്മുടെ നാട്ടിൽ. അവിടെ നിന്നാണ് അവർ ഡ്രസ്സൊക്കെ ഇതാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി വന്നവരെ നമ്പർ കിട്ടി. ഇൻസ്റ്റയിൽ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ നമ്പർ ചിലതിൽ. അപ്പോൾ അങ്ങനെ നമ്പർ കിട്ടി, വിളിച്ച് ചോദിച്ച് ആ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ കോള് ഇവിടെ ഇതാക്കാം. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള തൻ്റെടോ നമുക്ക് അതിനുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു കാര്യം പറയാം. അതല്ലാതെ നമ്മൾ വന്ന് വെറുതെ ഇപ്പം നമ്മളുടെ ലൈഫിൽ നല്ലത് നടക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് കാണുമ്പോൾ അതിൽ വന്നിട്ട് ഓരോ ഇങ്ങനെ എന്താ പറയുക, ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ആവരുത്. നമ്മൾ ഉള്ളതിൽ നമ്മൾ സമാധാനിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ ലൈഫിൽ വന്നിട്ട് ഒരുമാതിരി വൃത്തികേടുകളും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നതും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് അവർ വന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ ഹാക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാനല്ല യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് യൂസ് ചെയ്ത് പഴകിയ സാധനങ്ങൾ എടുക്കാതെ പുതിയ സാധനങ്ങൾ എടുക്കാനുള്ള തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. അല്ലാതെ വെറുതെ വന്നിട്ട് ഇപ്പം വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ വഴി തെറ്റിച്ചത് ഞാനാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല. വഴി തെറ്റിക്കപ്പെട്ട നൂറ ചോദിച്ചിട്ട് അവർക്ക് സോറി മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ആ ഒരു കോൾ റെക്കോർഡും അതിൻ്റെ സ്ക്രീൻഷോട്ട്സും പറയാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം കേട്ടോ. ആണോ? അതെ 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 അതെ, നിങ്ങളുടെ പേരെന്താണ്? നിത റുക്സാന. ഓക്കെ, അവിടെ എന്തൊക്കെ സർവീസസാണ് കൊടുക്കുന്നത്? മറ്റേ ലേഡീസിന്റെ എല്ലാം ഉണ്ട്. ഇങ്ങനെ മറ്റേ എല്ലാ ടോപ്പ്, പിന്നെ ഒരു മിനിറ്റ് മറ്റേ ഷോർട്ട് ടോപ്പ്, ഫ്ലാറ്റ് ടോപ്പ്, സൈഡ് ഓപ്പൺ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ബാംഗ്ലൂരിലാണത്? ബാംഗ്ലൂരിനാ ചെയ്യുന്നത്. ഈ വഴി തെറ്റിച്ച് പോണ ആൾക്കാരെ നേരക്കാക്കുന്ന സർവീസ് കൊടുക്കുന്നുണ്ടോ? ഈ വഴി തെറ്റി പോണ ആൾക്കാരെ നേരക്കാക്കുന്ന സർവീസ് കൊടുക്കണുണ്ടോ? വഴി തെറ്റിപ്പോന്നെയാ? എങ്ങനെ വഴി തെറ്റിപ്പോന്ന? അല്ല, നൂറാക്ക് ഇത്ര നല്ല ലൈഫ് കിട്ടുമായിരുന്നു, മറ്റേ പെണ്ണ് വഴി തെറ്റിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ മറ്റേ പെണ്ണാണ് വിളിക്കണത്. ഏത് മറ്റേ പെണ്ണ്? ഒരു അക്കൗണ്ടിൽ ഇപ്പൊ ഒരു കമന്റ് ഇട്ടാർന്നോ, ആദില നൂറ എന്ന് പറയുന്നേ? അതാരോ എനിക്കറിയില്ല. നിങ്ങളുടെ ഈ ഫാബ്രിക്ക ഫാഷൻ എന്ന് പറഞ്ഞ വഴി തെറ്റി പോണ ആൾക്കാരെ നിരക്കാക്കുന്ന അതിന്നാണല്ലോ വന്നേക്കണം. ഹാക്കായതായിരിക്കും അല്ലേ? അല്ല, അത് പിന്നെ വേറെ അനിയത്തിയെല്ലാം എടുക്കലുണ്ട്. ഞാൻ ചോദിച്ചോക്കട്ടെ. അന്നാ ഒന്ന് ഫോൺ കട്ടാക്കാണ്ട് ഒന്ന് ചോദിച്ചു നോക്കിയേ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, കൊടുത്താൽ മതി. ഇല്ല, ഓള് മേലെയല്ല. ഇല്ല, മേലെയല്ല, ചിലപ്പോ വിമാനത്തിലായിരിക്കും അല്ലേ? എന്തേലും പ്രശ്നം എന്താ ഞാൻ നോക്കട്ടെ, കമന്റ് നോക്കട്ടെ. അല്ല, കമന്റ് നിങ്ങൾ നോക്കണ്ട, ഞാൻ അയച്ചു തരാം വാട്സാപ്പിലോട്ട്. ഇപ്പൊ അയച്ചു തരാം. അല്ല, കട്ട് ചെയ്യണ്ട, അവിടെ നിക്ക്. അയച്ചിട്ടുണ്ട്. ഒന്ന് വേണം ചോദിക്കാം. എന്റെ അക്കൗണ്ട് തന്നെയാണ് ഇത് വന്നത്. ഞാൻ അവളോട് ചോദിച്ചു നോക്കാം. അല്ല, നിങ്ങളുടെ അക്കൗണ്ട് അവിടെ എല്ലാരും യൂസ് ചെയ്യണത്? അല്ല, ഡിലീറ്റ്, അവിടെ നിക്ക്. ഇത് നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ട് അല്ലേ? ഇതിങ്ങനെ ഒന്ന് ചോദിച്ചു നോക്കട്ടാ. എങ്ങനെ വഴി തെറ്റിച്ചതൊന്ന് നേരക്കാക്കണം എങ്ങനെയൊന്നും ചോദിക്കാനായിരുന്നു. അല്ല, ഇത്ര പറഞ്ഞിട്ട് പോവോ? ഇതിപ്പോ ഇതിലിടാൻ ആ കൊച്ചിന് ഗട്സ് ഉണ്ടെങ്കിൽ ഇത് പറയാൻ ആ കൊച്ചിന് വായിൽ നാക്കില്ലാണ്ടിരിക്കില്ലേ? ചെറിയ മക്കളെ എന്തെന്നാ വഴി തെറ്റിച്ചോണത് നേരക്കാക്കണം എങ്ങനെയാണോ പഠിപ്പിക്കുന്നത്?
അല്ല അത് സോറി, അത് ഞാൻ ക്ഷമ ചോദിക്കാം. അയ്യോ, അതിന് നിങ്ങളല്ലാന്നല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത്? അല്ല, ഞാൻ ഓക്ക് വേണ്ടിട്ട് ഞാൻ ക്ഷമ ചോദിക്കാം. ഓക്കെ, ആർക്കും ഞാൻ വേണ്ടിയിട്ട് എനിക്കാരും ക്ഷമ ഡിലീറ്റ് ഒന്നും ചെയ്യാം. വേണ്ട. ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തോ, ചെയ്യടാ. ഡിലീറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റും ചെയ്തോളാം. ഓക്കെ, ഓ, ഞാൻ ഡിലീറ്റ് ചെയ്യാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്തോ, ഇത് ഞാൻ പോസ്റ്റും ചെയ്തോളാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇട്ട ആളെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കുക, ആരാന്ന് വെച്ചാല് അവര് ഏത് സോറി കുട്ടികളെ പറയട്ടെ. പഠിപ്പിക്കുകയാണെങ്കിൽ IAS-നൊന്നും അല്ലല്ലോ ഇമാതിരി കമന്റ് ഇടുന്ന ആൾക്കാരെന്തായാലും IAS-ന് പോയിട്ട് പറയുന്നില്ല. ബാക്കി ആളോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിപ്പിക്കും. ഓള് മേലെയുള്ളത്. അല്ല, നിങ്ങൾക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല. അതിൽ എന്റെ കാല് വേദനയായിട്ട് കിടന്നിട്ടുള്ളത്. എന്നാ ആളുടെ നമ്പർ ഒന്ന് തരാവോ? ഓളെ നമ്പറാ? ഓളെ നമ്പർ. ആളുടെ പേരെന്താ? അയ്യോ, എന്തിനായി? ഞാൻ പറഞ്ഞില്ല, ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത് ഇട്ട ആള് ഇതിപ്പോ എങ്ങനെയാണ് ഇപ്പൊ വഴി റുക്സാന ഇതെങ്ങനെ വഴി തെറ്റിച്ചെന്നൊന്നും എനിക്ക് അറിയണല്ലോ. ഞാനാണല്ലോ വഴി തെറ്റിച്ചത്. വഴി തെറ്റിപ്പോയ ആളൊന്നും എവിടെ ഇരിപ്പുണ്ട്. അങ്ങനെയൊന്നും പറയൂലല്ലോ. ഞാനാണേ പറയൂല വഴി തെറ്റിച്ചതാണെന്നോ. നിങ്ങൾ രണ്ടാളും തീരുമാനല്ലേ? ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്നും അറിയണേ. ഇപ്പൊ ഇത്ര ഇത് വന്നിങ്ങനെ പറയാനുണ്ടെങ്കിൽ അതിപ്പോ ആ കുട്ടിക്ക് അറിയായിരിക്കുമല്ലോ. ഒരു മിനിറ്റ്, ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്തിട്ട് പോവാ. ഓക്കെ, ഡിലീറ്റ് ചെയ്തിട്ട് വിളിക്കാം കുട്ടീനാ. ഞാൻ വിളിക്കാം. ഓക്കെ. ഇപ്പൊ ആ കോൾ റെക്കോർഡ് കേട്ടപ്പോ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നിയത്? കാര്യം നമ്മൾ ചോദിക്കുമ്പോ സെക്കൻഡ്സ് കുറച്ച് ഇതിന് എന്തോന്നാ പെട്ടെന്ന് പോപ്പപ്പ് ചെയ്ത് പെട്ടെന്ന് ഞാൻ വായിച്ചു. ഓക്കെ, ഇത് കണ്ടിട്ട് ജെനുവിൻ അക്കൗണ്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത് സംഗതി. അപ്പോൾ അങ്ങനെ എടുത്ത് നോക്കിയിട്ട് അപ്പം തന്നെ അവരുടെ സിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ലേഡി മേളിലോട്ട് പോയി കുട്ടികളെ പഠിപ്പിക്കുക അത്രേ. ഇങ്ങനെ കണ്ണി കണ്ട ഒരു ലൈഫിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ പഠിപ്പിച്ചിട്ട് ഇപ്പം എന്തുണ്ടാവാനാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. എന്തായാലും ഇത് അതിനുശേഷം നിനക്ക് ഡിലീറ്റ് ആക്കി കൂടെ സോറി എന്നൊക്കെ പറഞ്ഞ് അവർ വന്നായിരുന്നു. പിന്നെ അവരുടെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുക്കാം. 2 വോയിസും കാര്യങ്ങളൊക്കെ അവർ അയച്ചിട്ടുണ്ടായിരുന്നു സോറി പറഞ്ഞിട്ട്. ആ ലേഡി, അതായത് ഈ പെണ്ണല്ല, ഈ പഠിപ്പിക്കുന്ന പെണ്ണ്, ആ പെണ്ണാണല്ലോ ഇവരുടെ അക്കൗണ്ടിലൂടെ വന്നിട്ട് കമന്റ് ഇട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ പെണ്ണ് സോറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓഡിയോ കാര്യങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മറ്റുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നല്ലോണം പോകുന്നുണ്ടെന്ന് കാണുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഓരോ കഥകൾ ഉണ്ടാവുമല്ലോ, നമ്മൾ അത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര അസ്വസ്ഥതരാകുമ്പോൾ, അതന്നെ യൂസ് ചെയ്യണം, അസ്വസ്ഥരാകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ കുറച്ച് കഥകൾ മെനയപ്പെടും. അത് നമ്മൾ വന്നിട്ട് പറയരുത്. അത് അറ്റ്ലീസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക, അവരോട് ചോദിക്കുക. അല്ലാതെ അവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാനല്ല, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്, ഹാക്കായി പോയതാണ്, എനിക്കറിയില്ല എന്നൊക്കെ പറയരുത്. ഇത് ഒരു കേസ് മുന്നേ ഉണ്ടായിരുന്നു. ഒരാൾ വന്നിട്ട് മഹാവൃത്തിയോട് പറഞ്ഞിട്ട്, എന്നിട്ട് അയാളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. പിന്നെ ആളുടെ കുട്ടി വന്നിട്ട് നമ്മളുടെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ കുറേ ഇങ്ങനെ പറഞ്ഞ് ഉമ്മാക്കൊക്കെ വയ്യാത്തതൊക്കെയാണ്. അപ്പം അങ്ങനെ പറഞ്ഞ് പുള്ളിക്ക് അറിയില്ല, പുള്ളിയുടെ റൂമിൽ ആരോ ചെയ്തതാണ്, പുള്ളി പുറത്ത് ജോലിക്കുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നേ വേറൊരു കേസ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കാര്യത്തോട് അടുക്കുമ്പോൾ നമ്മളിത് റിയാക്ട് ചെയ്യുമെന്ന് അറിയുമ്പോൾ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ മാറ്റി പറയരുത്. ആരല്ല, ഇവരല്ല, ഞാനല്ല എന്നൊന്നും നിങ്ങൾക്ക് പറയാൻ. അത് ഫേക്ക് അക്കൗണ്ട്സ് കുറേ വരുന്നുണ്ട്, അത് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. കാരണം ഒളിച്ച് നിന്നിട്ട് ഡയലോഗ് അടിക്കുന്ന ടീംസ് ആണല്ലോ, അത് അവിടെ ഇരുന്ന് കുഴപ്പത്തേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് നോക്കണം. പിന്നെ ഇവർ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അത് എനിക്ക് എന്തോ പോലെയായി. എനിക്ക് മാത്രമല്ല, നൂറയ്ക്കോ അപ്പുറത്താണ്. ഇവർക്ക് എന്താ, ഞങ്ങൾ നല്ല മക്കളായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇട്ടിട്ടുണ്ട്. അതായത് ഞങ്ങൾ നല്ല മക്കളായിരുന്നു പക്ഷേ അതവർ വേറെ എന്തോ സംഭവം പറഞ്ഞാണ്. ഇനി അത് പറഞ്ഞിട്ട് വായിലിരിക്കണ കേൾക്കണ്ടല്ലോ നേരത്തിട്ടായിരിക്കും അവർ ഇത് പൂരിപ്പിക്കാഞ്ഞത്. ഒറ്റപ്പെട്ടു പോവരുത് നിങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സഹതാപം കാണിക്കുന്നുണ്ട്. സഹതാപം എന്തിനാണെന്നറിയില്ല. നമ്മൾ ആരോടും സഹതാപം ചോദിച്ചിട്ടുമില്ല. ഞങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഇല്ലാത്ത ദണ്ഡം വേറെ ആർക്കും കൂടെ വേണ്ട. എന്തായാലും ഇത്ര കൺസേൺ ആവുന്ന എന്തിനാ? സ്വന്തം മക്കളുടെ കാര്യം നോക്കി നിന്നാൽ പോരെ? അല്ലെങ്കിൽ ഒരു പെണ്ണ് മേളിൽ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞൂടെ? ആ പെണ്ണിനെ വഴി തെറ്റിച്ച് ആൾക്കാർ നേരാക്കി കൊടുത്ത ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. അപ്പം ആ പെണ്ണിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ ഈ ലേഡിക്ക്? അപ്പം അത് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പം എനിക്ക് നൂറയ്ക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേട്ടോ, നമ്മുടെ അടിയിൽ വന്ന് ഇങ്ങനെ കമൻ്റ് ഇടുന്ന ആൾക്കാർ അവരുടെ ലൈഫിൽ ഓക്കെ അല്ലായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. മേ ബി അവർ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായി ഇതുവരെ പറ്റാണ്ടിരിക്കുന്ന ടീംസ് ആയിരിക്കും. അപ്പം മറ്റുള്ള ആൾക്കാർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ പറ്റത്തില്ല. പിന്നെ വന്ന് പറയുന്നുണ്ട് നമ്മൾ സന്തുഷ്ടരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് വീഡിയോസ് ചെയ്യുന്നതെന്ന്. വീഡിയോസിൽ വന്നിട്ട് കരഞ്ഞിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റൂല.
അങ്ങനത്തെ ഒരു അവസരം ഇതുവരെ പടച്ചോൻ വേണ്ടി വെച്ചിട്ട് വരുത്തിയിട്ടില്ല. ഓക്കെ. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോ ഉണ്ടാക്കി ഇടാനുള്ളതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പുതിയ സംഗതി ഫൈൻഡ് ചെയ്തിട്ട് ഇടുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഉള്ള സംഭവങ്ങളാവാം, അങ്ങനത്തെ ട്രാവൽ ആവാം, എന്തൊക്കെയാവാം. അല്ലാതെ ഇത് ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഹാപ്പി അല്ല, പക്ഷെ ബാക്കിയുള്ളവരെ കാണിക്കണം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന് പറഞ്ഞിട്ടിട്ടവരോടാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഉണ്ടാക്കിയാലേ വീഡിയോസ് ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഈ വീഡിയോ ഉണ്ടാക്കാനും നമുക്കൊരു കോൺഫിഡൻസ് വേണം. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു കാര്യമാണ്. മേക്കപ്പ് ഇടാതെ വന്ന് ക്യാമറയുടെ മുന്നിലിരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. പക്ഷെ നൂറയ്ക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഞാനത് അവളിൽ കാണുന്ന ഒരു സംഭവമാണ്. ഞാൻ അവളത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ്. സമ്മതിക്കണം. ലൈക്ക് അത് നല്ല ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് നല്ലൊരു കാര്യമെന്ന് പറഞ്ഞ് ഞാൻ ഇതാക്കി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ചെയ്ത് നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ആൾക്കാർക്ക് വീഡിയോ കാണാനുണ്ടാവുന്നത്. വീഡിയോ മുന്നേയൊക്കെ ഞാനൊരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര നാണം ചമ്പലൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനത് നിന്നൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ട്. നൂറേ മുന്നേ വീഡിയോസ് എടുക്കുന്ന ഒരാളല്ലായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ബാക്ക് ടു ദ പോയിന്റ്, സ്വന്തം ലൈഫിൽ അസ്വസ്ഥരാണെങ്കിൽ ഇങ്ങനെ വന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വേണം കേട്ടോ ഇതിന്. കാരണം ഇത് ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഇടുക. തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ഇടരുത്. നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പറയുക. കാരണം എല്ലാം നമ്മൾ വായിക്കുന്നതിനായിരിക്കും, നമ്മളതിനെ റെസ്പോണ്ടും ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു.